ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ പ്ലാന്റേഷനിലൂടെ നടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് എൻ്റെ പുതിയൊരു വീഡിയോ ആണ്. അപ്പോൾ ലോങ് ആയിട്ട് ഞാനൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഞാനിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് മഴ ഇപ്പം ഇല്ല. അതുപോലെ തന്നെ പൊതുവെ ഇപ്പോൾ ഭയങ്കര ചൂട് കൂടുതലാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് പാമ്പ് കാര്യങ്ങളൊക്കെ ഈ തോട്ടങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകും. നമ്മൾ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ കടി കിട്ടും. കാരണം ചൂടത്ത് ഈ പാമ്പുകളൊക്കെ തണുപ്പ് തേടിയുള്ള യാത്രയാണ്. അപ്പോൾ ഈ പ്ലാന്റേഷൻ്റെ മറുകരയിൽ എന്ന് പറഞ്ഞാൽ പുഴയാണ്. ഈ ഫെൻസിങ് ഇട്ടേക്കുന്നത് കണ്ടോ? ഈ ഫെൻസിങ് ഇട്ടേക്കുന്നതിൻ്റെ അപ്പുറത്തെ വശം എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് ഒരു 3, 4, 5, 10, 20, 19 അടി താഴ്ചയിൽ പുഴയാണ്. അപ്പോൾ പുഴയിലേക്ക് തണുപ്പ് തേടിയ വെള്ളം തേടിയൊക്കെ ഈ മൃഗങ്ങൾ എല്ലാം പോവും. അപ്പോൾ ഈ ഫെൻസിങ്ങുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി അപ്പുറത്തേക്കൊന്നും ഫെൻസിങ്ങുകളില്ല, തൂണുകൾ. കാരണം ഈ ആനയൊക്കെ പുഴ എന്ന അക്കരെ ഇക്കരയ്ക്ക് വരും. അതായത് ജനവാസ മേഖലകളിലേക്ക് വന്നിട്ട് ഇതുങ്ങൾ മാവ്, മാങ്ങ, അതുപോലെ ചക്ക ഇതൊക്കെ തിന്നാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത്. അപ്പോൾ അവർ വന്ന് അതൊക്കെ നശിപ്പിച്ച് കളയും. തിന്നാൻ എന്നുള്ള രീതിയിൽ വന്ന് അതുങ്ങൾ തിന്നുന്നതാണ്. പക്ഷേ അവർക്ക് ചക്ക മുകളിൽ കിടക്കുന്ന സാധനമാണ്. അതേപോലെ മാങ്ങ മുകളിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് പറിക്കാൻ പ്രയാസമാണ്. അപ്പോൾ അവരുടേതായ രീതിയിൽ അവരെ നശിപ്പിച്ച് പറിക്കും. അപ്പോൾ ഇത് ഈ പ്ലാന്റേഷനിലിപ്പോൾ എണ്ണപ്പനകൾ വളരെ കുറവാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ആന കൊറോണ ടൈമിലൊക്കെ ആന ഇഷ്ടംപോലെ വർദ്ധിച്ചു. അപ്പോൾ ആ വർദ്ധിച്ച സമയത്ത് ഈ നമുക്ക് ആനേനെ വന്ധീകരണം ചെയ്യാമെന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ പട്ടീനെ ചെയ്യുന്ന പോലെ തന്നെ ആനേൻ്റെ ഈ എണ്ണം കുറക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. ആ സംഭവം ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി കൊറോണയുടെ സമയത്ത്. അപ്പം അങ്ങനെ വന്നപ്പോഴേക്കും ആന ഒരുപാട് ഉണ്ടായി. ആന ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ആനക്ക് കാട്ടിൽ ഭക്ഷണം കഴിക്കാനുള്ള ഫുഡ് അവിടെ ഇല്ലാതായി കഴിയുമ്പോഴും ആണ് നമ്മുടെ ആന ഈ പുഴ അപ്പുറത്തെ ഫോറസ്റ്റിൽ നിന്ന് പുഴ ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പുറത്തേക്ക് വന്നിട്ടാണ് ഈ ഇട്ടേക്കുന്ന ഫെൻസിങ്ങുകളൊക്കെ എന്ന് പറഞ്ഞാൽ ആന വരാതിരിക്കാനാണ്. മറ്റുള്ള അങ്ങനെയുള്ള മൃഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഫെൻസിങ് ഇട്ടേക്കുന്നത്. എന്നാൽ ഈ ഫെൻസിങ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് പോരാം. അപ്പോൾ ഈ ആനയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഫെൻസിങ്ങിൽ ഒരു ചെറിയൊരു ഷോക്കുണ്ട്. ആ ഷോക്ക് ഏറ്റ് ചെയ്യുമ്പോൾ മൃഗങ്ങൾക്ക് ഇപ്പുറത്തേക്ക് വരാൻ പറ്റില്ല. കാരണം ആ ഷോക്ക് മൃഗങ്ങളിൽ സെൻസ് ചെയ്യുമ്പോഴേക്കും വളരെ ശക്തമായിട്ടായിരിക്കും സെൻസ് ചെയ്യണം. അതാണ് ആനക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കവർ ചെയ്ത് വരാൻ പറ്റാത്തത്. അപ്പോൾ ആനയുടെ മേത്തേക്ക് ആ സെൻസിങ് ചെല്ലുമ്പോഴേക്കും നല്ല രീതിയിലൊരു ഷോക്ക് അവർക്ക് ഏൽക്കും. അതുകൊണ്ടാണ് ആന തിരിച്ചു കരഞ്ഞുകൊണ്ട് ഓടിപ്പോണത്. നമുക്കെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ സെൻസ് ചെയ്യുമ്പോൾ മനുഷ്യന്മാർക്ക് ആ ഒരു സെൻസിങ്ങിൽ മനുഷ്യന്മാർക്ക് ചെറിയൊരു ഷോക്ക് ഏൽക്കും, വൈദ്യുതാഘാതം ഏൽക്കും. എന്നാൽ മൃഗങ്ങൾക്ക് സെൻസിങ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും അതിലേക്ക് ചെല്ലുന്നത്. അത് ഈ സൂര്യൻ്റെ ഈ സോളാറിലാണ് ഈ ഒരു ഫെൻസിങ്ങിൻ്റെ വൈദ്യുതിയൊക്കെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ കാണുന്ന കാഴ്ചയിൽ മരത്തിൻ്റെ ഈ പഴയാലും ചാരി വെക്കുന്ന ഫെൻസിങ്ങിൻ്റെ തൂണാണ്. അതെന്ന് പറഞ്ഞാൽ ആന ചവിട്ടി ഓടിച്ച് മറിച്ച് കളയുന്ന തൂണുകളാണ് ഇതെല്ലാം. അതുപോലെ ഈ പ്ലാന്റേഷൻ നമ്മളെപ്പോഴും സൂക്ഷിച്ച് നടക്കണം. നിറച്ച് തോട്ടച്ചെടി പടർന്ന് കിടക്കുകയാണ്. ആ പടർന്ന് കിടക്കുന്നതിൻ്റെ ഇടയിൽ മൂർഖൻ, വെള്ളിക്കെട്ടൻ അങ്ങനെയുള്ള ഇഷ്ടം പോലെ പാമ്പുകളുണ്ടാവും. അതേപോലെ തന്നെ തേള്, പഴുതാന, അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ. അതുപോലെ വണ്ടുകൾ, ഇതൊക്കെ വന്ന് നമ്മുടെ കാലിലൊക്കെ ആണെങ്കിൽ കടിച്ചാലും അത് ചെള്ള് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഈ കാടുകളുണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ കുരങ്ങ്, മാന് ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവരെ കടിക്കുന്ന ജീവികളെല്ലാം ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ പലതരത്തിലുള്ള എട്ടുകാലികൾ, ഇത് കടിച്ചാലും ഒരു മനുഷ്യൻ്റെ ആയുസ്സിനെ ഇല്ലാതാക്കാൻ വളരെ സാധ്യമാണ്. അപ്പോൾ നമ്മൾ പരമാവധി നല്ല ഇറക്കമുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ട് മാത്രമേ ഇങ്ങനെയുള്ള സ്ഥലത്തു കൂടെയൊക്കെ സഞ്ചരിക്കാവുള്ളൂ. അതായത് നമ്മൾ ഇറക്കമുള്ള പാൻസും അതുപോലെ തന്നെ ഷർട്ട്സും ഇതും കൈ കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ടിട്ട് വേണം നടക്കാൻ. പിന്നെ നമ്മൾ ഇവിടുന്ന് കാട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നാലും നമ്മൾ നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കടിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ വളരെ നന്നായിട്ട് ചെക്ക് ചെയ്യണം. എന്നിട്ട് മാത്രമേ നമ്മൾ വീട്ടിൽ കയറി കുളിക്കാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പുഴയിലാണെങ്കിൽ പുഴയിൽ ചെന്നിട്ടാണെങ്കിലും നമ്മൾ നോക്കിയാൽ മതി. കറക്റ്റായിട്ട് നമ്മളെല്ലാം നോക്കിക്കൊള്ളണം. അതുപോലെ ഇതൊക്കെ ചാരി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ആ സൈഡിൽ ആന കഴിഞ്ഞ ദിവസമോ അതിൻ്റെ പിറ്റേ ദിവസമോ എന്തോ ആന വന്ന്
നശിപ്പിച്ച ഫെൻസിങ്ങിൻ്റെ തൂണുകളെല്ലാം മാറ്റി പുനഃസ്ഥാപിക്കുന്നതാണ് വേണ്ടിയാണ് ഈ തൂണുകളെല്ലാം ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു വെള്ള കളറിലല്ല ഫിറ്റ് ചെയ്യുന്നത്, അത് ആ ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ച് പച്ചപ്പിൽ ഗ്രീൻ കളർ തൂണുകളായിട്ട് എന്നുള്ള രീതിയിലാണ് സംഭവം സെറ്റ് ചെയ്യണം. എല്ലാ വശത്തും ഇപ്പോൾ പ്ലാന്റേഷനിൽ പനകളില്ല. കാരണം എന്ന് പറഞ്ഞാൽ പകുതിയും പനകളെല്ലാം ആന തിന്നു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പനകൾ എന്ന് പറഞ്ഞാൽ ഈ പനകളിൽ നിന്നും ഇനിയൊന്നും ഹാർവെസ്റ്റ് ചെയ്യാനില്ല, കഴിഞ്ഞു. കാരണം വർഷങ്ങളോളം ഇതിൽ നിന്നൊക്കെ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ പനക്കുരുകൾ ഉണ്ടാവില്ല. നമ്മുടെ പാം ഓയിൽ ഉണ്ടാക്കുന്നത് ഇതിൽ നിന്നുള്ള കുരുകൾ കൊണ്ടാണ്. ഈ കുരുകളാണ് നമുക്ക് പാം ഓയിൽ നിന്നുള്ള ഒരു എണ്ണ ഉണ്ടാക്കി തരുന്നത്. അതേപോലെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും, പോസ്റ്റുകൾ പോലെ ചാരി വെച്ചേക്കുന്നുണ്ടോ, പല സൈസിൽ പല ആകൃതിയിലൊക്കെ. അതൊക്കെ ഈ ഫെൻസിങ്ങുകൾ ശരിയാക്കാൻ വേണ്ടിയാണ്. ഈ ചെറിയ ഫെൻസിങ്ങൊക്കെ ആനക്കെന്ന് പറഞ്ഞാൽ പുഷ്പം പോലെയാണ്. ആന ഒന്ന് വിചാരിച്ച് കഴിയുമ്പോൾ തന്നെ ആന ആ സാധനം ചവിട്ടി മറിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആന വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ആയിട്ടാണ്. അതേപോലെ തന്നെ ഇപ്പം ഞാൻ ഇപ്പോൾ ക്രോസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്ക്വയറിലൊരു ഫെൻസിങ് ചെയ്തേക്കുന്നതാണ്. കാരണം ഇപ്പോഴത്തെ ഒരു കോട്ടേഴ്സ് ഉണ്ട്. പണ്ട് ഈ ഫാമിങ്ങിൽ, അതായത് ഈ പാം ട്രീസിൻ്റെ ഫാമിങ്ങിൽ അവിടുത്തെ തൊഴിലാളികൾ താമസിച്ചുകൊണ്ടിരുന്നൊരു കോട്ടേഴ്സ് ഉണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട്. ആ കോട്ടേഴ്സിൽ താമസിക്കാൻ ആ കോട്ടേഴ്സിൻ്റെ സൈഡിൽ കൂടി ഒരു ചെറിയ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഫെൻസിങ് കാണുന്നത്. അതുപോലെ അതൊക്കെ പനയുടെ കുറ്റികളാണ്. പനയുടെ കുറ്റികൾ ദ്രവിച്ച നിലയിലാണ് അവസ്ഥ. അതുപോലെ തന്നെ ഇപ്പോൾ കൊടും വേനലായതിൻ്റെയാണ് ഈ പുല്ലുകളൊക്കെ കരിഞ്ഞ് ഉണങ്ങി നിൽക്കുന്ന അവസ്ഥ. അതായത് തീരെ ഒരു പച്ചപ്പില്ലായ്മ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല മഴ പെയ്യുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് മഴ ഇങ്ങനെ ലഭ്യമായി കഴിഞ്ഞാൽ വീണ്ടും പ്രൗഢിയോടെ